എൻമാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എൻമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ NMIMS ഗ്രൂപ്പ് ഓഫ് ബി സ്കൂൾസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് 50 ബി സ്കൂൾസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ പലതും ഈ ഒരു എൻമാറ്റിൻ്റെ സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ക്യാറ്റ് എക്സാം നല്ല രീതിയിൽ പോയില്ല എങ്കിൽ നിങ്ങൾക്കൊരു ബാക്കപ്പ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാമാണ് എൻമാറ്റ് എന്ന് പറയുന്നത്. നോർമലി MBA എൻട്രൻസ് എക്സാംസ് എഴുതുന്ന വിദ്യാർത്ഥികൾ NMIMS മുംബൈ അവരുടെ ഒരു ടോപ്പ് ലിസ്റ്റിൽ തന്നെ പ്ലേസ് ചെയ്യുന്ന ഒരു ബി സ്കൂളാണ്. ഈ ഒരു ബി സ്കൂളിന് വേണ്ടി മാത്രം എൻമാറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇതുകൂടാണ് ടാപ്മി മണിപ്പാൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എൻമാറ്റ് ത്രൂ. പിന്നെ STA പൊക്കോണി എന്ന് പറഞ്ഞിട്ട് ഒരു ബി സ്കൂൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് KG സോമയ്യ. കുഴപ്പമില്ല, ഇതൊന്നും നമ്മളൊരു ടോപ്പ് ലെവൽ അല്ല എങ്കിൽ കൂടിയും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. അങ്ങനെ കുറച്ച് ബി സ്കൂൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ബാക്കപ്പ് ആയിട്ട് വെക്കാം. ഓക്കെ, എൻമാറ്റ് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ആണ് ഇയർലി നടക്കാറുള്ളത്. ഓക്കെ, എൻമാറ്റ് നിങ്ങൾക്ക് 3 തൊട്ട് എടുക്കാം. അതിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കോർ ആയിരിക്കും കോളേജസുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങളറിയണം, ഇപ്പോൾ എൻമാറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോയി അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ടേക്ക് എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് ടേക്കായിട്ട് തന്നെ എടുക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ലോസ് ആവും. പിന്നെ നിങ്ങൾക്ക് 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം വെച്ചാൽ 3000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, 3000 രൂപ നിങ്ങൾ ഓരോ ടേക്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, രജിസ്ട്രേഷൻ ഫീസ് അടക്കേണ്ടതുണ്ട്. പിന്നെ 3000 കൂടാണ്ട് നിങ്ങൾക്ക് ടാക്സസ് നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീ ആണ്, അതുകൂടാണ്ട് ചെറിയ ടാക്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു 3000 പ്ലസ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നുണ്ടായിരിക്കും. സോ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ 3 ടേക്ക് എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി എടുക്കുകയല്ല ചെയ്യണേ. പിന്നെ ഈ പറഞ്ഞ തൊട്ട് സിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 27 സിറ്റീസിലാണ് എക്സാം നടക്കുന്നത്. അതിൽ കേരളത്തിൽ എറണാകുളം മാത്രമാണുള്ളത്. അപ്പം എറണാകുളത്ത് പോയി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് വേറെയും വരുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ഒരു ബാക്കപ്പ് ആയിട്ട് വെക്കാം. പിന്നെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 20 മുതൽ ലാസ്റ്റ് ഡേറ്റ് 10 ഒക്ടോബർ ആണ് വരുന്നത്. എക്സാമിനേഷൻ വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 2 മുതൽ ഡിസംബർ 20, 2026 അതിനിടയിലായിട്ടായിരിക്കും. പല സ്ലോട്ടുകളിലായിട്ടായിരിക്കും എക്സാംസ് നടക്കുന്നുണ്ടായിരിക്കുക. അപ്പം താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ.